ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് റിലീസായി ഇന്ന് ഡിസംബർ 18 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ബബ്ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ഈ സിനിമ നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഫാഹിം സഫർ, നൂറിൻ ഷെരീഫ് എന്നിങ്ങനെ ദമ്പതികൾ തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയിൽ ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, സാൻഡി മാസ്റ്റർ, ബാലു വർഗീസ്, ബൈജു, ശരണ്യ, സിദ്ധാർത്ഥ് ഭരതൻ, റെഡിംഗ് കിങ്സിഡി എന്നിവരോടൊപ്പം മലയാളത്തിന്റെ മഹാതാരം മോഹൻലാൽ ക്യാമിയോ റോളിലും എത്തിച്ചേരുന്നു. സിനിമ കേരള പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗിന്റെ കാര്യത്തിൽ വളരെ മികച്ച കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 4,34,00,000 രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായി സ്വന്തമാക്കിയത്. നിലവിൽ മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ 10,000-ഓളം ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് ഏറ്റവും ഒടുവിൽ വന്ന ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 7 കോടി രൂപ ആദ്യ ദിവസം കേരളത്തിൽ നേടിയെടുക്കാനാണ് സാധ്യത. അതേസമയം വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ വമ്പൻ ട്രെൻഡിംഗ് ഒന്നും ഈ സിനിമ നേടിയെടുത്തിട്ടുമില്ല. ആദ്യ ദിവസത്തെ വിദേശ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4-4.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി നിലവിൽ വരുന്ന സൂചന അനുസരിച്ച് 12 കോടി റേഞ്ചിൽ നേടിയെടുക്കാനാണ് സാധ്യത. ഡിസംബർ 5 വെള്ളിയാഴ്ച തിളർത്തി വമ്പൻ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, രജീഷ വിജയൻ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള ആദ്യ 13 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 33,84,00,000 രൂപയാണ്. പുതിയ സിനിമയുടെ വരവോടെ ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് 40 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ കളക്ഷനോടെ ഈ സിനിമ കേരളത്തിൽ 34,25,00,000 റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ 3-4 ദിവസമായി ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ലെങ്കിലും വിദേശത്തൊക്കെ ഇപ്പോഴും മികച്ച ഹോൾ കയർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് 80-81 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡിസംബർ 5 തിയേറ്ററിലെത്തി 1000 കോടിയിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. രൺവീർ സിംഗ് നായകനായി ആദിത്യ ധർ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമ 14-ാം ദിവസം ഇന്ന് വ്യാഴാഴ്ചയും മണിക്കൂറിൽ 30,000-ഓളം ടിക്കറ്റാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 13 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 524,50,00,000 രൂപയും വിദേശ കളക്ഷനായി കളക്ട് ചെയ്തത് 150 കോടി രൂപയുമാണ്. 13 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 674,50,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 14-ാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ച 35-40 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 14 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 710 കോടിക്ക് മുകളിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. നാളെ ഡിസംബർ 19 വെള്ളിയാഴ്ച പുതിയ മലയാള സിനിമകളൊന്നും തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. ജെയിംസ് കാമറൂൺ തിരക്കഥയിൽ സംവിധാനം ചെയ്ത അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന അമേരിക്കൻ സയൻസ് ഫിക്ഷൻ സിനിമ നാളെ തിയേറ്ററിലെത്തുന്നുണ്ട്. കേരളത്തിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് എന്നിവയ്ക്ക് പുറമെ മലയാളം പതിപ്പും നാളെ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1 കോടിക്ക് മുകളിലാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. കേരളത്തിൽ വളരെ മികച്ച തിയേറ്റർ കൗണ്ടും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.